രാഷ്ട്രീയത്തിൽ ആദർശപരമായ പോരാട്ടങ്ങൾക്കപ്പുറം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നു. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച സജീവമായ നടൻ വിജയ്ക്കെതിരെയും തെന്നിന്ത്യൻ നടി തൃഷയ്ക്കെതിരെയും അത്യന്തം മോശമായ രീതിയിലുള്ള പരാമർശങ്ങളുമായി തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകണമെങ്കിൽ ആദ്യം നടി തൃശയുടെ വീട് വിട്ട് പുറത്തു വരണമെന്ന നയിനാർ നാഗേന്ദ്രന്റെ പ്രസ്താവന തമിഴ് രാഷ്ട്രീയത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു ബിജെപി അധ്യക്ഷന്റെ ഈ വിവാദ പരാമർശം. വിജയ് സ്വന്തം കുടുംബത്തോടും മാതാപിതാക്കളോടും സ്നേഹവും അടുപ്പവും കാണിക്കാൻ പഠിക്കണമെന്നും നാഗേന്ദ്രൻ ഉപദേശിച്ചു. രാഷ്ട്രീയത്തിലിറങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീടിന് പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നും അല്ലാതെ സിനിമാ ലോകത്തെ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കരുതെന്നും അദ്ദേഹം പരിഹസിച്ചു. വിജയ് രാഷ്ട്രീയത്തിൽ വെറുമൊരു തുടക്കക്കാരൻ മാത്രമാണെന്നും അദ്ദേഹത്തിന് വേണ്ടത്ര അനുഭവ സമ്പത്തില്ലെന്നും നയിനാർ നാഗേന്ദ്രൻ ആവർത്തിച്ചു. പാവം വിജയ്, അദ്ദേഹത്തിന് അനുഭവങ്ങളൊന്നുമില്ല. മുതിർന്നവർ പറയുന്നത് കേൾക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ വിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കാൻ വിജയ്ക്ക് സാധിക്കൂ എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയ് കാണിക്കുന്ന നിലപാടുകൾ പക്വതയില്ലാത്തതാണെന്നാണ് ബിജെപിയുടെ പക്ഷം. വിജയുടെ രാഷ്ട്രീയ മോഹങ്ങളെ പരിഹസിക്കാൻ നയിനാർ നാഗേന്ദ്രൻ ഒരു തമിഴ് പഴഞ്ചൊല്ലും പ്രയോഗിച്ചു. മേൽക്കൂരയിൽ കയറി കോഴിയെ പിടിക്കാൻ കഴിയാത്ത ആൾക്ക് ആകാശത്തേറി വൈകുണ്ഠത്തിൽ പോകാൻ കഴിയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാൻ അറിയാത്ത വിജയ് എങ്ങനെയാണ് തമിഴ്നാട് ഭരിക്കുക എന്ന അർത്ഥത്തിലാണ് നാഗേന്ദ്രൻ സംസാരിച്ചത്. നടനായതുകൊണ്ട് മാത്രം വലിയ കാര്യങ്ങൾ ചെയ്യാമെന്നത് വെറും വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയിലെ പ്രശസ്തി രാഷ്ട്രീയ വോട്ടായി മാറില്ലെന്ന് നാഗേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. നടനായതുകൊണ്ട് മാത്രം വോട്ട് ബാങ്കിനെ 32% ലഭിക്കുമെന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഗൗരവത്തോടെ കാണാൻ കഴിയുമെന്നാണ് ബിജെപി അധ്യക്ഷന്റെ ചോദ്യം. ജനങ്ങൾ രാഷ്ട്രീയത്തെയും സിനിമയും വേർതിരിച്ചു കാണാൻ പഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള വിജയുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണെന്ന് വരും തിരഞ്ഞെടുപ്പുകൾ തെളിയിക്കുമെന്നും നാഗേന്ദ്രൻ അവകാശപ്പെട്ടു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബിജെപിയുടെ പ്രസക്തിയെ വിജയ് നിഷേധിച്ചതാണ് നയിനാർ നാഗേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. തമിഴ്നാട്ടിൽ ത്രികോണ മത്സരമില്ലെന്നും പോരാട്ടം DMKയും TVKയും തമ്മിലാണെന്നും വിജയ് പ്രസംഗിച്ചിരുന്നു. ബിജെപി ഒരു പ്രധാന കക്ഷിയല്ലെന്നും DMKയുടെ ഏക എതിരാളി തന്റെ പാർട്ടിയാണെന്നുമുള്ള വിജയുടെ വാദം ബിജെപി ക്യാമ്പിൽ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ ബിജെപി ശക്തി പ്രാപിക്കുന്നത് തടയാനാണ് വിജയ് ശ്രമിക്കുന്നതെന്ന് നാഗേന്ദ്രൻ ആരോപിച്ചു. തന്നെ പോലെ ഒരു തുടക്കക്കാരൻ രാഷ്ട്രീയത്തിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റാർക്കെങ്കിലും സാധിക്കുമെന്ന് വിജയ് ചോദിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം ബിജെപിക്ക് അലോസരം ഉണ്ടാക്കുന്നതായിരുന്നു. ഈ ചോദ്യത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് നാഗേന്ദ്രൻ അധിക്ഷേപകരമായ മറുപടി നൽകിയത്. വിജയുടെ വളർച്ചയെ വ്യക്തിപരമായി ആക്രമിച്ചു തടയാനാണ് ബിജെപി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വിജയും തൃശയും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ സ്ത്രീകളെയും വ്യക്തിജീവിതത്തെയും കരുവാക്കുന്നത് തരംതാണ രാഷ്ട്രീയമാണെന്ന് ആരാധകർ പറയുന്നു. തൃശയെ പോലെ ഒരു മികച്ച നടിയെ രാഷ്ട്രീയ പോരിലേക്ക് വലിച്ചിഴച്ചത് മാപ്പ് അർഹിക്കാത്ത തെറ്റാണെന്ന് വനിതാ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു. നയിനാർ നാഗേന്ദ്രൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. വിജയുടെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ വ്യക്തിഹത്യ എന്ന തന്ത്രമാണ് ബിജെപി പയറ്റുന്നത്. വിജയുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും ചർച്ചയാക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾ വിജയ് അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാക്കാനാണ് സാധ്യതയെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ പണ്ഡിതർ കരുതുന്നു. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വീകാര്യത ഇത്തരം പ്രസ്താവനകളിലൂടെ വർദ്ധിച്ചേക്കാം. വിജയുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഒരുപോലെ നയിനാർ നാഗേന്ദ്രന്റെ വാക്കുകളെ അപലപിച്ചിട്ടുണ്ട്. കലയെയും കലാകാരന്മാരെയും ബഹുമാനിക്കാത്ത രാഷ്ട്രീയത്തിന് തമിഴ്നാട് മറുപടി നൽകുമെന്ന് സിനിമാ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. തൃശ്ശയ്ക്കെതിരെ നടന്ന അധിക്ഷേപത്തിൽ തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം പ്രതിഷേധം അറിയിക്കാൻ ഒരുങ്ങുകയാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് സിനിമാ താരങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകുമെന്ന് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. DMK, AIADMK, BJP എന്നീ പാർട്ടികൾക്കൊപ്പം വിജയുടെ TVKയും ചേരുന്നതോടെ മത്സരം കടുക്കും. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തടയുമോ അതോ അദ്ദേഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. എങ്കിലും തമിഴ് രാഷ്ട്രീയം ഇപ്പോൾ വിജയ് എന്ന പേരിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.